കാണാൻ പറ്റിയ പടമാണ്. നല്ല മൂവി. നല്ല അഭിനയം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൃഷ്ണേന്ദു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു കേട്ടോ. ഇന്നത്തെ കാലത്ത് ഭയങ്കര രസകരമായ ഒരു സബ്ജക്റ്റ്. ഇന്നത്തെ കാലത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത് നല്ല പടമായിരുന്നു. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാം. കോമഡി ഒക്കെ ഉണ്ട്. നല്ല സിനിമ. കുഴപ്പമില്ല. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് പടം? ഇഷ്ടപ്പെട്ടോ? ചേച്ചി പടം എങ്ങനെയുണ്ട്? അമ്മ പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട് ചേട്ടാ? സൂപ്പർ. പടം എങ്ങനെയായിരുന്നു? പടം എങ്ങനെ ചേച്ചി? പടം എങ്ങനെ പോലെ? ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. പടം എങ്ങനെ ചേച്ചി? പടം എങ്ങനെ ബ്രോ? കൊള്ളാം. എങ്ങനെയുണ്ട് ചേച്ചി? പടം എങ്ങനെയാണ്? പടം നല്ല പടമായിരുന്നു. നല്ല പടം, നല്ലൊരു തോട്ട്, അതിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നല്ല കൺസെപ്റ്റായിരുന്നു. ചേച്ചി എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമായി. നല്ല സപ്പോർട്ടായിരുന്നു. നല്ല മൂവിയാണ്. എന്താ പറയുക, കോമഡി അല്ല, ശരിക്കും സീരിയസ് ആണ് സബ്ജക്റ്റ്. കോമഡി ഉണ്ട്, അത് വളരെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രം. പക്ഷേ ഒരുപാട് നമ്മൾ ചില പടങ്ങളൊക്കെ നമുക്ക് കാണേണ്ട അത്യാവശ്യമായിരുന്നു, മിസ് ചെയ്തു, കാണേണ്ടതായിരുന്നു നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് ഈ സിനിമയിലുണ്ട്. കാണേണ്ടതാണ്, കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മളെ ഇപ്പോൾ ഇലക്ഷനൊക്കെയാണ്. അപ്പോൾ നമ്മളത് കണ്ടില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നഷ്ടമാണ്. കാണണം. എക്സൈറ്റായി. അതെ, നമ്മളിപ്പോൾ ഒരു പടത്തിൻ്റെ നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്നത് ക്ലൈമാക്സ് ആണ് അല്ലേ? ആ ക്ലൈമാക്സ് കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോഴാണ് പടത്തിൻ്റെ നമുക്ക് ഒരു നഷ്ടം ഉണ്ടാവരുത് എന്നുള്ളത്. പക്ഷേ അത് ഈ പടത്തിൽ നമുക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഉറപ്പായിട്ട് കലംബാസനും അതുപോലെ ഷിജു വളരെ നന്നായിട്ട്, എനിക്ക് തോന്നുന്നു ഷിജുവിൻ്റെ കരിയറിലെ സിജുവിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല മൂവികളിൽ ഒന്നാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതി. നായിക നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ മറന്നു, വിട്ടുപോയതല്ല. നായിക പറയട്ടെ എന്ന് ചോദിച്ചു. നായിക നന്നായി ചെയ്തിട്ടുണ്ട്. പുതിയ കുട്ടിയാണ് എന്നുള്ളതില്ലാതെ വളരെ നന്നായി മനോഹരമായി ആ ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു. പിന്നെ അഭിപ്രായമൊക്കെ നിങ്ങൾ കണ്ട് പറയുക, സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. ഞാനൊരു ഡയറക്ടറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. സിനിമയാണ് സംസാരിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരു നല്ല സോഷ്യോ പൊളിറ്റിക്കൽ സറ്റയർ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നല്ല പെർഫോമൻസസ് ഉണ്ട്. സിജുവിൻ്റെ എനിക്ക് തോന്നുന്നു ഒന്നത്തെ കരിയർ ബെസ്റ്റ് ആയിരിക്കും ഇതിൽ പെർഫോമൻസ് എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ നിഷയായാലും കൃഷ്ണന്തു ആയാലും ശരിക്കും അവരുടെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസസ് പടത്തിലുണ്ട്. ടോട്ടലി നിങ്ങൾ മലയാളി കണ്ടു മടുക്കാത്ത ഒരു സിനിമ, ഒരു പ്രമേയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓഡിയൻസ് ഏറ്റെടുക്കുന്ന പ്രതീക്ഷ. താങ്ക് യു. പടത്തെക്കുറിച്ച് നമ്മൾ തന്നെ അഭിപ്രായം പറയാൻ പറഞ്ഞൊരു മോശം കാര്യമില്ല. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കും. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ചില വശങ്ങളല്ല, നല്ല വശങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി സറ്റയറിൽ അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. ഇറ്റ്സ് എ ഗുഡ് മൂവി. ഇറ്റ്സ് എ വെരി ഗുഡ് കോൺസെപ്റ്റ്. റിയലി ഒരു റിയൽ എസ്റ്റേറ്റ് ആൾക്കാരുടെ മുൻപിൽ ഒരു പബ്ലിക് ഒരു കോളനിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന വെരി ഗുഡ് മൂവിയാണ്. ഇറ്റ്സ് എ ഗുഡ് കോൺസെപ്റ്റ്. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.